അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ട് ന്യൂയോർക്കിന്റെ മേയറായി മാറിയ സൊഹ്റാൻ മംദാനി അതിജീവിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾ മാത്രമല്ല. നഗരത്തിലെ ബില്യണർമാരിൽ ഒരു വലിയ വിഭാഗം 34-കാരനായ മംദാനിക്കെതിരെ പണമൊഴുക്കിയതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സകല വെല്ലുവിളികൾക്കുമിടയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും നഗരത്തിന്റെ ഒത്തൊരുമയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മുൻനിർത്തിയാണ് മംദാനി വിജയം സ്വന്തമാക്കിയത്. എന്നാൽ ജനകീയനായി ഉയർന്നു വന്ന മേയർ സൊഹ്റാൻ മംദാനിയെ ചില ശതകോടീശ്വരന്മാർ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനപക്ഷത്തു നിന്നുള്ള അദ്ദേഹത്തിന്റെ നയങ്ങളും പരിപാടികളും ചില വൻകിട ബിസിനസ് താൽപര്യങ്ങൾക്ക് എതിരായിരുന്നു. സൊഹ്റാൻ മംദാനിയുടെ എതിരാളികളെ പിന്തുണക്കുന്നതിനും പരസ്യങ്ങൾ നൽകുന്നതിനുമായി അമേരിക്കയിലെ അതിസമ്പന്നർ $22 മില്യൺ ചെലവഴിച്ചത്. സമ്പന്നമായ കുടുംബങ്ങളിൽ നിന്നുള്ള 26 ബില്യണർമാരാണ് ഈ ഭീമമായ തുക മംദാനിയുടെ എതിരാളികൾക്കായി ചെലവഴിച്ചതെന്ന് ഫോർബ്സ് റിപ്പോർട്ടിൽ പറയുന്നു. ബ്ലൂംബർഗ് LP സഹസ്ഥാപകൻ മൈക്കൽ ബ്ലൂംബർഗ്, ഹെഡ്ജ് ഫണ്ട് മാനേജർ ബിൻ ആക്മാൻ, എയർബിഎൻബി സഹസ്ഥാപകൻ ജോ ജബിയ, പ്രമുഖരായ ലോഡർ കുടുംബാംഗങ്ങൾ എന്നിവരാണ് പണമൊഴുക്കിയ പ്രമുഖരുടെ പട്ടികയിലുള്ളത്. ഇവർ ഓരോരുത്തരും കുറഞ്ഞത് $1 ലക്ഷം വീതം ഇൻഡിപെൻഡന്റ് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിക്കും ആൻഡ്രൂ ക്യൂമയുടെ സൂപ്പർ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്കും നൽകിയിട്ടുണ്ട്. ഇതിൽ ബ്ലൂംബർഗ് മാത്രം ക്യൂമയെ പിന്തുണച്ച് $8 മില്യൺ നൽകിയത്. ആക്മാൻ $1.75 മില്യൺ, ലോഡർ കുടുംബാംഗം $7,50,000 ചെലവാക്കി. നെറ്റ്ഫ്ലിക്സ് സഹസ്ഥാപകൻ റീഡ് ഹാസ്റ്റിംഗ്സ്, ബാരി ദില്ലർ എന്നിവർ $2,50,000 വീതവും, കാസിനോ മാഗ്നറ്റ് സ്റ്റീവ് വിൻ $5 ലക്ഷം, ഓയിൽ ബാരൻ ജോൺ ഹെസ് $1 മില്യൺ ചെലവഴിച്ചു. മംദാനിക്കെതിരെ പണം ചിലവഴിച്ച 26 കോടീശ്വരന്മാരിൽ 16 പേരും ന്യൂയോർക്ക് നിവാസികളാണെന്ന കാര്യവും ഫോർബ്സ് സ്ഥിരീകരിച്ചു. ബിൽ ആക്മാൻ, റൊണാൾഡ് ലോഡർ എന്നിവർ കോടികൾ ചെലവഴിച്ചത് മംദാനി തന്നെ ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ മംദാനി വിജയമുറപ്പിച്ചതോടെ എതിർചേരിയിലുണ്ടായിരുന്നവരെല്ലാം കാലുമാറി. പ്രമുഖ ബില്യണറായ ബിൽ ആക്മാൻ മംദാനിയെ അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ ഒരു പോസ്റ്റ് വരെ പങ്കുവച്ചു. ഇസ്രായേലിന്റെ കടുത്ത വിമർശകനും ഇടതുപക്ഷ നിലപാടുകാരനുമായ മംദാനി ഒരേ സമയം തീവ്ര വലതുപക്ഷത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ അധിപനായി മാറിയിരിക്കുന്നതെന്നാണ് പുതിയ തെളിവുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.